വാചക ഭീകരന്മാർക്കായി ഒരു പോരാട്ടവേദി. ഇന്ത്യൻ കോപ്പിറൈറ്റ് നേടിയ മലയാളത്തിലെ ആദ്യത്തെ ടെലിവിഷൻ ഷോ. നാവിൽ വായടങ്ങിക്കിടക്കാത്തവരുടെ പ്രസംഗ കുസ്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം ഇതിനകം ഈ പരിപാടിയുടെ നിയമങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും. 1 മിനിറ്റും നിയമപ്രകാരം സംസാരിച്ച് നിൽക്കുന്ന മത്സരമാണ് ഇത്. 5 നിയമങ്ങളുണ്ട് ഈ പരിപാടിക്ക്. വ്യാകരണ പിഴവ് പാടില്ല, വാക്കുകൾ ആവർത്തിക്കരുത്, വാക്കുകൾക്കിടയിൽ ഇടവേള പാടില്ല, ഉദ്ധരണികൾ പാടില്ല, വിഷയത്തിൽ നിന്ന് ഒരു കാരണവശാലും വ്യതിചലിക്കാൻ പാടില്ല. അതാണ് 1 നിമിഷം. 1 നിമിഷം നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ നിന്ന് കളിക്കാം. നിയമങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. കുടുംബാംഗങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കളിക്കാവുന്ന ഒരു കലാപരിപാടിയായി. ഇന്ന് എന്നോടൊപ്പം ഒരു അവതാരക കൂടിയുണ്ട്, പ്രശസ്ത മോഡൽ അശിക ഓംകുമാർ. അശിക, യു ആർ വെൽക്കം ടു ദിസ് ഗ്രേറ്റ് ഷോ. അപ്പൊ ആരൊക്കെയാണ് ഈ പരിപാടി ഇന്ന് മത്സരിക്കുക? ഞാൻ പരിചയപ്പെടുന്നു. എറണാകുളത്തെ അക്ഷയ് ഷാജി. മഹാശിവരാത്രിക്കു പേരുകേട്ട പെരിയാറിനെ പ്രണയിക്കുന്ന മെട്രോ നഗരത്തിന്റെ കവാടം. എറണാകുളം ജില്ലയിലെ ആലുവായ്ക്കടുത്ത് തെക്കേ വാഴക്കുളമാണ് എൻ്റെ സ്വദേശം. ഞാൻ അക്ഷയ് ഷാജി. വിപ്ലവ സ്മരണകളിരമ്പുന്ന ആലപ്പുഴ ജില്ലയിലെ ചേർത്തല അയ്യച്ചാടി എഞ്ചിനീയറിംഗ് കോളേജിൽ 4ാം വർഷ ബിടെക് വിദ്യാർത്ഥി. അച്ഛൻ PR ഷാജി, സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥൻ. അമ്മ സുഷമ, ഒരു സഹോദരി ആർഷ ഷാജി. മകനെ ഒരു പിന്നണി ഗായകനാക്കണമെന്ന ആഗ്രഹവുമായി സംഗീത പഠനത്തിനാവശ്യമായ അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കിയ അച്ഛന്റെ പ്രതീക്ഷകൾ തെറ്റി ഇതാ നിങ്ങളോടൊപ്പം ഞാനും 1 നിമിഷം എന്ന ഈ പരിപാടിയിൽ ഭാഗമാകുന്നു. ഇനി കൊല്ലത്തിന്റെ മണ്ണിൽ നിന്ന് ബാസിത് ആൽവി. വലിയ വിപ്ലവങ്ങൾക്കും പോരാട്ടങ്ങൾക്കും സംസ്കാര സമ്പന്നതകൾക്കുമൊക്കെ പേര് കേട്ടിട്ടില്ലാത്ത പുനലൂരിൽ നിന്നാണ് ഞാൻ വരുന്നത്. 1877 ജയഭാരതം ഭ്രാന്താശുപത്രിക്ക് സമീപമായിട്ട് ഒരു തൂക്കുപാലം വേണമെന്ന് എൻ്റെ മുത്തച്ഛൻ പറഞ്ഞപ്പോൾ അത് പേടിച്ചു വരണ്ടുകൊണ്ട് നടത്തിക്കൊടുത്ത ബ്രിട്ടീഷുകാരുടെ ഒരു ചരിത്രം അതുവഴി പോകുന്നുണ്ട്. അതല്ലാതെ മറ്റൊന്നും എനിക്ക് അവകാശപ്പെടാനില്ല. പുനലൂരിനടുത്തുള്ള കാര്യറ എന്ന് പറയുന്ന പ്രദേശത്ത് ആലിവിള വീട്ടിൽ അബ്ദുൽ മജീദിന്റെയും റജുല ബീവിയുടെയും 5 പെൺമക്കൾ വേണമെന്ന സ്വപ്നങ്ങൾ തകർത്തുകൊണ്ട് 2ാമത്തെ ആൺകുട്ടിയായിട്ട് ഞാൻ പിറവിയെടുത്തു. അല്പം ശങ്കയില്ലാതെ സങ്കോചമില്ലാതെ ഞാൻ പറയട്ടെ, ഞാൻ വലിയൊരു സംഭവം തന്നെയാണ്. ഞാൻ BA 3rd ഇയർ വിദ്യാർത്ഥി കൂടിയാണ്. മഞ്ചേരി ഗ്രീൻ വാലി അക്കാദമി എന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്. താങ്ക് യു. ഇനി തൃശ്ശൂരിൽ നിന്ന് ആജ്ഞ ബിജു. പൂരങ്ങളുടെ കേളികൊട്ട് അരങ്ങ് തകർക്കുന്ന വടക്കുനാഥന്റെ സ്വന്തം മണ്ണായ തൃശൂർ ജില്ലയിലെ ഒളരിക്കര എന്ന സ്ഥലത്ത് ബിജുവിന്റെയും സുനിതയുടെയും മകളായ ജനനം. ഒരു കൊച്ചനുജനുണ്ട്, പേര് ജിബിൻ. ഹരിശ്രീ വിദ്യാനിധിയിൽ 8ാം തരത്തിൽ പഠിക്കുന്നു. തൃശ്ശൂർ പേരൂരിൽ പ്രസിദ്ധമായ വിമല കലാലയത്തിൽ 1ാം വർഷ വിദ്യാർത്ഥിയാണ്. ഇനി കാസർകോട്ടെ ജെയ്സൺ മുകളേൽ. സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ്. ചന്ദ്രഗിരിക്കോട്ടയും ബേക്കൽ കോട്ടയും ചന്ദ്രഗിരിപ്പുഴയും തേജസ്വിനി പുഴയും നിറഞ്ഞൊഴുകുന്ന പ്രകൃതി രമണീയമായ സ്ഥലം. രക്തസാക്ഷികൾ കഥ പറയുന്ന ചീമേനിയും മുനയങ്കുന്നു. 2015 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയത്തിന് പുതിയ ചരിത്രം സൃഷ്ടിച്ച, യാതൊരുവിധ രാഷ്ട്രീയ കക്ഷിയുടെയും പിന്തുണയില്ലാതെ അധികാരത്തിലേറിയ ജനകീയ വികസന മുന്നണി ഭരിക്കുന്ന ഈസ്റ്റ്ലേരി ഗ്രാമപഞ്ചായത്ത്. ഉത്തര മലബാറിലെ ഏറ്റവും വലിയ വിശ്വാസ തീർത്ഥാടന കേന്ദ്രമായ ചട്ടമല എന്ന കൊച്ചു ഗ്രാമത്തിൽ തോമസ് മേരി ദമ്പതികളുടെ 5ാമത്തെ പുത്രൻ. ഞാൻ ജെയ്സൺ മുകളേൽ, അസ്ത്ര സോഫ്റ്റ്വെയർ സൊല്യൂഷൻ എന്ന IT സ്ഥാപനത്തിന്റെ അമരക്കാരനാണ്. ഇനി കോഴിക്കോട്ടെ കീർത്തന ഷാജി. വേണ്ടത്ര മേന്മകളോ നേട്ടങ്ങളോ അവകാശപ്പെടാനില്ലാത്ത ഞാൻ 2ാം ലോക മഹായുദ്ധകാലത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായപ്പോൾ മധ്യ തിരുവിതാംകൂറിൽ നിന്നും മലബാറിന്റെ മണ്ണിലേക്ക് കുടിയേറിയവരുടെ പിൻഗാമി. ഏത് പ്രതിസന്ധിയിലും തോളോട് തോൾ ചേർന്ന് പൊരുതിയ ഒരു ജനതയുടെ ആത്മസാക്ഷാത്കാരമായി മാറിയ തോട്ടുമുഖം എന്റെ ജന്മദേശം. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രണയസൗധം പണിതുയർത്തിയ ഷാജഹാൻ ചക്രവർത്തിയെ പോലെ ജീവിതം ഒരു സ്നേഹസമ്മാനമായി സമർപ്പിച്ച കാഞ്ചനമാലയുടെയും മൊയ്തീന്റെയും പരിശുദ്ധ പ്രണയമുറങ്ങുന്ന ഇരവഴിഞ്ഞിപ്പുഴയുടെ തീരത്തെ മുക്കത്തിന്റെ മണ്ണിൽ നിന്നും ലോകമെമ്പാടുമുള്ളവരെ ആതുര സേവന രംഗത്തേക്ക് ക്ഷണിച്ച ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ പാത പിന്തുടർന്നവൾ
രോഗി ശുശ്രൂഷ ജീവചര്യയാക്കി മാറ്റിയവൾ ഞാൻ കീർത്തന ഷാജി നിർമ്മല രോഗി ശുശ്രൂഷ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ 2ാം വർഷ ആതുര ശുശ്രൂഷ ബിരുദ വിദ്യാർത്ഥിനിയാണ്. ഇനി ആലപ്പുഴ നിന്നും ശ്യാംകുമാർ. 600 കിലോമീറ്ററോളം നീളത്തിൽ തെക്ക് വടക്കായി കിടക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയായ ആലപ്പുഴയിലെ മാവേലിക്കര എന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ വരുന്നത്. കെട്ടുകാഴ്ചകളുടെയും വള്ളംകളികളുടെയും നാടെന്നറിയപ്പെടുന്ന ഈ പ്രദേശം ഓണാട്ടുകര എന്ന് പറയുന്ന മഹത്തായ കാർഷിക പാരമ്പര്യം കൂടി അവകാശപ്പെടാൻ കഴിയുന്നു. എന്നാൽ ഇതേ സ്ഥലത്ത് എടുത്തു പറയത്തക്ക വിശേഷണങ്ങളൊന്നുമില്ലാതെ പ്രസന്ന നായരുടെയും ശശികുമാരൻ്റെയും മകനായി ജനിച്ച് കലാലയ ജീവിതത്തിന് ശേഷം മത്സരങ്ങളൊന്നുമില്ലാതെ പ്രസംഗം എന്ന തൊഴിൽ തന്നെ ഉപേക്ഷിക്കാം എന്ന് തീരുമാനിച്ച സാഹചര്യത്തിലായിരുന്നു ഈ മത്സരം മുന്നോട്ട് വന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ പറഞ്ഞത്, മകനെ ഫ്ലവേഴ്സ് TV നാവിൻ്റെ നീളമളക്കാനുള്ള ഒരു പരിപാടി നടത്തുന്നുണ്ട്, അതിൽ പോയി പങ്കെടുക്കണമെന്ന്. പ്രതീക്ഷയോടുകൂടി ഞാനുമുണ്ട് ഈ മത്സരം. എറണാകുളം, കൊല്ലം, തൃശൂർ, കാസർഗോഡ്, കോഴിക്കോട്, ആലപ്പുഴ ഈ 6 ജില്ലകൾ തമ്മിൽ മത്സരിക്കുന്നു. നമ്മൾ ഈ മത്സരം ആരംഭിക്കുന്നു. ആദ്യത്തെ റൗണ്ട് വെറും കളി. സംസാരിച്ചു തുടങ്ങേണ്ടത് കൊല്ലത്തെ ബാസിത് ആൽവി. വിഷയം ഇതാണ്, പച്ചമാങ്ങ. പച്ചമാങ്ങ എന്ന വിഷയത്തെ കുറിച്ച് എനിക്ക് ഓർമ്മ വരുമ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, ഇത് ഒരു നിമിഷം എന്ന പരിപാടി സംഘടിപ്പിക്കുന്നവർ ഗൂഢാലോചന നടത്തിക്കൊണ്ട് എന്നെ താങ്കൾക്ക് തുടരാം. പച്ചമാങ്ങ എന്ന വിഷയം കേൾക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് തികച്ചും സ്ത്രീ വിരുദ്ധമായ ഒരു വാക്ക് മാത്രമായിട്ട് തോന്നിപ്പോകുന്നു. ആണുങ്ങൾ എത്ര കേമനായാലും ക്ഷമിക്കണം, പെണ്ണുങ്ങൾ. താങ്കൾക്ക് തുടരാം. കീർത്തന വിട്ടുകൊടുക്കരുത്. പച്ചമാങ്ങ എന്ന് കേൾക്കുമ്പോൾ ഉപ്പും കൂട്ടി ഉള്ളി ചേർത്ത് കഴിക്കുന്ന ആ സുഖത്തെ പറ്റി ഓർമ്മ വന്നിരിക്കുകയാണ്. മാമ്പഴക്കാലത്തിലേക്ക് തിരിച്ചു പോകാൻ മനസ്സേറെ കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഗർഭിണികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫലമാണെന്ന് പറയുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. മാത്രമല്ല ആതുര ശുശ്രൂഷ മേഖലയിൽ പ്രവർത്തിക്കുന്ന എനിക്ക് അവരുടെ ആഗ്രഹം താങ്കൾക്ക് തുടരാം. പെണ്ണുങ്ങൾ എത്ര കേമിയായാലും ആണുങ്ങൾ പച്ചമാങ്ങ തീറ്റിച്ച് മുങ്ങിക്കളയുമെന്ന് പറഞ്ഞ ഒരു മൊഴിയാണ് എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. നമ്മൾക്കറിയാം, ഇന്ന് സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ ആണുങ്ങളുടെ ശക്തിയും. താങ്കൾക്ക് തുടരാം. കാസർഗോഡ്. പച്ചമാങ്ങ എന്ന് പറയുമ്പോൾ ഗർഭിണിയെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നാട്ടുമാവിൻ തടസ്സം. തുടരാം. ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ കേവലം ഗർഭിണികളെ കുറിച്ച് മാത്രം സംസാരിക്കരുതെന്ന് പറഞ്ഞു. താങ്കൾക്ക് തുടരാം. കാസർഗോഡ്. അങ്ങനെ എന്റെ കയ്യിൽ നിന്ന് അനാവശ്യമായി തട്ടിപ്പറിച്ചെടുത്തത് പൊട്ടിത്തെറിക്കുമെന്ന് എന്റെ സുഹൃത്തിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ അങ്ങനെ ആവർത്തിച്ചോ? ഇല്ല, ആവർത്തിച്ചില്ല. ഓക്കെ, താങ്കൾക്ക് തുടരാം. ഓർപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഓർപ്പിച്ചു, അങ്ങനെ വാക്കില്ല. ഓർപ്പിച്ചു എന്നൊരു വാക്കില്ല. ഇല്ല, അതിന്റെ ഇടയ്ക്ക് അച്ഛൻ പോയി ഓർമ്മിപ്പിച്ചു. പോയി. താങ്കൾക്ക് തുടരാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പല വിഷയങ്ങളിലും തർക്കമുണ്ടെങ്കിലും 2 രാജ്യങ്ങളുടെയും ദേശീയ ഫലം മാങ്ങയാണ് എന്ന അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ഈ വേദി ഉപയോഗിക്കുകയാണ്. 1500 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട സാഞ്ചിയിലെ സ്തൂപങ്ങളിലും അല്ലോറയടക്കമുള്ള ഗുഹകളിലും നിങ്ങൾക്ക് കാണുവാൻ ഗർഭിണികളെ അങ്ങനെ പച്ചമാങ്ങ തീറ്റിച്ചിട്ട് മുങ്ങിക്കളയാമെന്നുള്ള വിചാരം ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവനെയൊക്കെ മുക്കാലിൽ കെട്ടിയിട്ടിട്ട് പ്ലാച്ച് എന്നടിക്കുമെന്ന് യാതൊരു സംശയവുമില്ല. അതിന് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിയാണ് ഞാനെന്നിരിക്കെ ഞാൻ ഉറക്കം പ്രഖ്യാപിക്കുന്നു. കാസർഗോഡുകാരെ ഏറ്റവും കൂടുതൽ മാങ്ങ കഴിക്കുന്നതാണ് സുഹൃത്തെ. അതൊരിക്കലും ഗർഭിണിയായതുകൊണ്ടൊന്നുമല്ല. ഞാനും എന്റെ അനുജനും ജാഗ്രതയായിട്ടിരിക്കൂ. ഞാനും അനുജനും ചേട്ടന്മാരും പലപ്പോഴും കഴിച്ചുകൊണ്ടിരുന്നതും ഈ ഫലം തന്നെയാണ്. എന്താ കുഴപ്പം? രണ്ടു പ്രാവശ്യം കഴിക്കാൻ പാടില്ല. കാസർഗോഡുകാരെപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന കീർത്തനയ്ക്ക് തുടരാം. എന്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ കേരളത്തിലെ പെൺകുട്ടികളെ പച്ചമാങ്ങ തീറ്റിച്ച് കടന്നു കളയാമെന്ന് എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടെങ്കിൽ പൊന്നു സുഹൃത്തെ, സ്വാമിക്ക് വന്ന അവസ്ഥ താങ്കളെ സ്വാമിക്ക് പറ്റുന്ന അവസ്ഥയെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. തുടരാം. പച്ചമാങ്ങയോടൊപ്പം ഉപ്പും കൂട്ടി കഴിച്ചിരുന്ന കാലഘട്ടം മലയാളിക്കുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നത് ഗ്രഹാതുരത്വത്തിന്റെ ഓർമ്മയിലേക്ക് അലിഞ്ഞു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ചെമ്മണ്ണ് പാകിയ വഴികളിലൂടെ നടന്നു നീങ്ങുമ്പോൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് തൊടിയുടെ അപ്പുറത്തുള്ള മാവിന്റെ മുകളിൽ കയറി ഒരു ഫലം എടുത്ത് കഴിക്കണമെന്ന്. എന്നാൽ എന്താണ് കാസർഗോഡ്? കഴിക്കണം. തുടരൂ. അങ്ങനെ മാങ്ങ കഴിക്കുമ്പോ ഞാൻ ഓർമ്മ വരുന്നത് അവിടെ കത്തി. അങ്ങനെ സ്വാമിയുടെ അവസ്ഥ ഉണ്ടാകുമെന്ന് കുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഓടിപ്പോകുന്ന മനുഷ്യൻ എങ്ങനെയാണ് സ്വാമിയുടെ സ്വാമി 2 പ്രാവശ്യം
പച്ചമാങ്ങയെ കുറിച്ച് പറയുമ്പോൾ 2000-ൽ എന്റെ അച്ഛനിട്ട ഉപ്പുമാങ്ങ ഇന്നും കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആളാണ് ഞാനെന്ന് ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ. താങ്കൾക്ക് തുടരാം. അങ്ങനെ എന്റെ നാടിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോട് ആദ്യമായിട്ട് ഇഷ്ടം പറയുവാൻ പോകുന്ന വഴിക്കാണ് മാങ്ങ കണ്ട് മരത്തിൽ തുടരാം. തടസ്സം വന്നു. പച്ചമാങ്ങയെ പറ്റി പറയുമ്പോൾ ഞാൻ വീണ്ടും ആലുവായ്ക്കടുത്ത് തെക്കേ വാഴക്കുളത്തേക്ക് തന്നെ എത്തിച്ചേരുന്നു. ഒരുപാട് ഓർമ്മകൾ ഉണർത്തുന്നു. ഒരുപാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാങ്ങ കൃഷി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണെന്ന് പറയാൻ കഴിയും. ശാസ്ത്രീയമായി പറയാണ്, ചളുവല്ല. അതിനെ ഞാൻ ഖണ്ഡിക്കുന്നു. മഹാരാഷ്ട്രയിലല്ല മാഷേ, അത് മാങ്ങ മലയാളികൾക്ക് മറക്കാൻ കഴിയാത്തൊന്നാണ്. നമ്മുടെ സംസ്കാരവും ജീവിതങ്ങളും എല്ലാം കിടഞ്ഞ് കൂട്ടുപിടി നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിതങ്ങൾ പ്ലൂറൽ ഉപയോഗിക്കാമല്ലോ ഇവിടെ, നമ്മുടെ അല്ലേ. ഓക്കെ, താങ്കൾക്ക് തുടരാം. സംസ്കാരവും ജീവിതവും കൂട്ടിക്കിടക്കുന്നത് ഈ വൃക്ഷവുമായിട്ടാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയട്ടെ. പലതരത്തിലുള്ള നിറത്തിലും ഇനത്തിലും ഇത് അറിയപ്പെടുന്നുണ്ട്. മാങ്കോസ്, വെങ്കനപ്പള്ളി, നീല കിടക്കുന്നത് ഇത് അറിയപ്പെടുന്നു. നമ്മുടെ സമയം അവസാനിച്ചു. അടുത്ത റൗണ്ട് സ്വയം പാര. ഈ റൗണ്ടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വിഷയം പറയത്തില്ല, 1 മിനിറ്റും സംസാരിച്ച് നിൽക്കണം. സമയം അവസാനിക്കുന്നതിന് അവസാനം സംസാരിച്ച് നിൽക്കുന്ന ആളിന് ബോണസ് കിട്ടും. 30 സെക്കൻഡ് വരെയാണ് നിൽക്കുന്നതെങ്കിൽ 1 പോയിന്റ്, 30 സെക്കൻഡിൽ കൂടുതലാണെങ്കിൽ 2 പോയിന്റ്. സംസാരിച്ച് തുടങ്ങേണ്ടത് പുല്ലൂർ തൂക്കുപാലത്തിന്റെ മുകളിൽ നിന്ന് വന്ന കൊല്ലത്തെ ബാസിത് ആൽവി. സ്വയംപാരയിൽ എന്റെ വിഷയം കന്നഡ എന്നതാണ്. ഇപ്പോൾ എന്റെ കയ്യിൽ ഈ സാധനമില്ല. നിങ്ങൾക്ക് മാസങ്ങൾ മുമ്പോട്ട് സഞ്ചരിച്ച് ഈ വിഷയം എന്റെ എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് തുടരട്ടെ. മാസങ്ങൾ പിന്നോട്ട് സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ നവംബർ 8-ാം തീയതി നരേന്ദ്രമോദി പൈസ പിൻവലിച്ചിട്ട് പൈസ ഇംഗ്ലീഷ് അല്ലേ സാർ? താങ്കൾക്ക് തുടരാം. പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. കടമിഴിക്കോണിൽ സ്വപ്നങ്ങളെ മയക്കി കതിരുതിരുന്ന പൂപ്പുഞ്ചിരി ചെഞ്ചുണ്ടിൽ ഒളിപ്പിച്ച് മതിമോഹന ശുഭനർത്തനമാടി പ്രിയതമ എന്റെ കൂടെ നടന്നു. ഈ മധ്യ കേരളത്തിൽ, പ്രത്യേകിച്ച് പെരുമ്പാവൂരിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ പുകച്ചു തള്ളുന്ന ഒരു പ്രത്യേക പാതിരാ കാറ്റുണ്ട്. അത് അവളുടെ തട്ടത്തിലും കാസർകോട്ടെ വാടക നാക്ക് ജെയ്സൺ മുകളിൽ തടസ്സവാദം തെറ്റാണോ? തടസ്സം ശരിയാ. ഓക്കെ, താങ്കൾ തുടരൂ. മലയാളി മനസ്സിന് അറിവും ജ്ഞാനവും നർമ്മവും പകരാൻ ആരംഭിച്ച ഒരു നിമിഷം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ മുന്നിൽ ഇന്ന് തീവണ്ടിയിൽ സംഭവിച്ച ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷത്തിന് മുമ്പ് ഒരു പറഞ്ഞായിരുന്നു. ഇല്ലില്ല, മലയാളി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പുലർച്ചെ 4 മണിക്ക് നീലേശ്വരത്ത് നിന്ന് എറണാകുളത്തേക്ക് യാത്ര തിരിച്ചപ്പോൾ ഏകദേശം വടകര എത്തിയപ്പോൾ വലതു കൈ ഇല്ലാത്ത ഗോവിന്ദച്ചാമിയെ ഓർമ്മിപ്പിക്കുമാറ് മുഷിഞ്ഞ വസ്ത്രധാരിയായ സഹോദരൻ കയറുകയും തന്റെ ഭാണ്ഡക്കെട്ട് കക്ഷത്തിൽ മുറുകെ പിടിച്ച് ഭിക്ഷയാചിക്കുന്നത് കാണുവാൻ സാധിച്ചു. അദ്ദേഹത്തോട് എത്രയുണ്ട് വരുമാനമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയാണ് ആശ്ചര്യപ്പെടുത്തിയത്. വല്ലാത്ത മത്സരമാണ് മാഷേ, അതുകൊണ്ട് ചിലപ്പോൾ 300 കിട്ടും. ഇപ്പോൾ താങ്കൾ 50 സെക്കൻഡ് സംസാരിച്ചു. 50 സെക്കൻഡ് സംസാരിച്ചു. എല്ലാവരും കൈ അടിച്ചു കൊടുക്കൂ. എല്ലാവരും കാസർകോട്ടെ മഹാരഥൻ ജെയ്സൺ മുകളിൽ എന്താണ് മുകളിൽ വീട്ടുവരാണ്. ഞാൻ മുകളിൽ ഇരിക്കുന്ന ആളാണ്. താങ്കൾക്ക് തുടരാം. കീർത്തന ഷാജി. പാശ്ചാത്യ ഭാഷയെ നെഞ്ചിലേറ്റി വേഷവിധാനങ്ങൾ അലങ്കൃതമാക്കി മാറ്റിക്കൊണ്ട് ഐശ്വര്യദേവതയെ കുടിയിറക്കി ചേട്ടഭഗവതിയെ പ്രതിഷ്ഠിക്കുന്ന ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഗുരുശിഷ്യ പിതൃപുത്ര മാതൃപുത്ര ബന്ധത്തിന്റെ മലയാള ഭാഷയുടെ ചരിത്രം 1 നിമിഷത്തിൽ പറയാൻ കഴിയുമോ എന്നതിനെ സ്വയം പാരയാക്കി തലയിലെടുത്ത് വെക്കാൻ നോക്കുകയാണ്. നെല്ലിൻ തോളിൽ കൈവച്ച് കണ്ണു തുറക്കുന്ന കൊന്നപ്പൂക്കളുടെ നിറക്കൂട്ട് കൊണ്ട് നയനങ്ങൾ എഴുതി ആഴിവീചികൾ അനുവേലം വെണ്ണുരകളാൽ തോഴികൾ പോലെ. ഉദരണിയല്ല, ഇത് എന്റെ കൈവേള. ഇല്ല എന്നാൽ താങ്കൾ ഒരു കാര്യം ഉദരണിയല്ല എന്നെങ്കിൽ താങ്കൾ ഒരു കാര്യം, അത് എവിടുന്നാന്ന് പറയുന്നത്? കവിത പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ വള്ളത്തോളുണ്ടല്ലോ. ഓക്കെ, താങ്കൾക്ക് തുടരാം. വീണ്ടും
ഈ മധ്യ കേരളത്തിൽ മാത്രം കാണുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ പുകച്ചു തള്ളുന്ന പ്രത്യേക പാതിര കാറ്റുണ്ട്. അത് അവളുടെ തട്ടത്തിലും മുടിയിലും തട്ടിത്തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ആവർത്തിച്ചത്. അല്ലല്ല, ആശയങ്ങൾ ആവർത്തനമുണ്ടായോ? വിഷയത്തിൽ ഞാൻ ഒരു സെന്റൻസേ കഴിഞ്ഞ പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ളൂ. അതെ, അത് പുതിയ വിഷയം. ഓക്കെ, താങ്കൾ തുടരാം. ഒരു പുരസ്കാരമുണ്ട്, ഒരു പുരസ്കാരം. പുരസ്കാരം. കാർഡ്. പച്ച മതിയായിരുന്നു. പച്ച ആദ്യത്തെ തവണ പച്ച. ഓക്കെ, റെഡി. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വന്നപ്പോൾ പെണ്ണിന്റെ മൊഞ്ചു കൂടി. കരിനീല കണ്ണും നുണക്കുഴി കവിളും കുസൃതിച്ചിരിയും അനുരാഗ പുളകിതനാക്കി. പ്രണയ സല്ലാപങ്ങൾക്കിടയിൽ എവിടെയോ സ്നേഹത്തിന്റെ ഗൗളിത്തെങ്ങുകളിൽ മണ്ടരിയോ. അങ്ങ് പാകിസ്ഥാനിലെ പറവകൾക്ക് കോഴി വസന്തയോ. സിനിമയില് പാടിയ കവിതയാണിത്. ഏത് സിനിമയില്? സിനിമയുടെ പേര് ഓർമ്മയില്ല. ഒരു ചലച്ചിത്ര കല്യാണരാമൻ. കല്യാണരാമനില് കല്യാണം പാടിയതാണോ? ശരിയാണോ? ഓക്കെ, താങ്ക് യു. വിശാല മനസ്കനാണ് താങ്കൾ. തുടരൂ. അല്ലാത്ത അവസ്ഥയാണ് പക്ഷേ 300 കിട്ടിയാൽ ദൈവാധീനം പറഞ്ഞ അയാൾ നീങ്ങി. യാത്ര മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. തിരൂരെത്തിയപ്പോൾ 2 കരങ്ങളും നഷ്ടപ്പെട്ട 45-കാരൻ കുട്ടിയേയും കൂട്ടി വാഹനത്തിൽ പ്രവേശിച്ചു. വലിയ ലാഗിങ്ങാണ് ഇടവേളകൾ വാക്കുകൾ തമ്മിൽ പാടില്ല. ഇത് തീവണ്ടി മിക്ക ഗുഡ്സ് ട്രെയിൻ ആണെന്ന് തോന്നുന്നു. ഇത് വരാൻ ഇവിടെ താമസിക്കും. ഓക്കെ, ആ പിച്ചക്കാരൻ വണ്ടി ഇറങ്ങിപ്പോട്ടെ. വീണ്ടും ഞാൻ പ്രേക്ഷകരെ എന്റെ വിഷയത്തിലേക്ക് ശ്രദ്ധയാകർഷിക്കുകയാണ്. തുഞ്ചന്റെ കിളിക്കൊഞ്ചലും കുഞ്ചന്റെ കളിത്തുള്ളലും ഗാഥാകാരന്റെ മഞ്ചരി ചിന്തുക്കളും ത്രിവേണി സംഗമം പോലെ സ്വന്തം നെഞ്ചിൽ ആവാഹിച്ച് പ്രൗഢമായി ചന്തുമേനോന്റെ അക്ഷരചന്തയിൽ പിറന്ന ഇന്ദുലേഖയും നെടുങ്ങാടിയുടെ അടങ്ങാനാകാത്ത സർഗചേതനയ്ക്കുത്തരമായ കുന്തലതയും കളിക്കൂട്ടുകാരികളെ പോലെ കൈകോർത്തു പാടി ഒടുവിൽ ആശാന്റെ കളരിയിൽ കളി പഠിച്ച് വള്ളത്തോളിലേറ്റി. ആശാന്റെ കളരിയിൽ കളിയാ പഠിച്ചത്. ആദ്യം കളിക്കൂട്ടുകാർ, കളിക്കൂട്ടുകാരി കളി രണ്ടല്ലേ സാർ? ആദ്യത്തെ വാക്കെന്തായിരുന്നു? കളിക്കൂട്ടുകാർ. രണ്ടാമത്തെ കളി പഠിച്ച്. താങ്കൾക്ക് തുടരാം. സുഹൃത്തെന്ന് പറയാമായിരുന്നു. ഓക്കെ, താങ്കൾക്ക് പറയാം. സുഹൃത്തെന്ന് പറയാമായിരുന്നു അദ്ദേഹത്തിന്. ഞാൻ വിഷയത്തിലേക്ക് എത്തുന്നു. അനേകം സ്വഭാവ സവിശേഷതകൾ അവകാശപ്പെടുവാൻ ഉണ്ടായിരുന്നു. മോഹൻലാലിന്റെ അഭിനയ ചാതുരി, മമ്മൂട്ടിയുടെ ഗാംഭീര്യം, ആലുവക്കാരൻ ദിലീപേട്ടന്റെ നർമാഭിരുചി, നിവിൻ പോളിയുടെ സൗന്ദര്യം, ഫഹദ് ഫാസിലിന്റെ കഷണ്ടി, ശ്രീകണ്ഠൻ നായരുടെ പ്രസംഗ വൈദഗ്ധ്യം. തീർന്നില്ല, മാനിനിമാർക്ക് മന്മഥൻ, ശാസ്ത്രത്തിൽ ഒന്നാമൻ. പ്രിയ സുഹൃത്തുക്കളെ, 30 സെക്കൻഡ് 31 സെക്കൻഡ് സംസാരിച്ചു. വൈദഗ്ധ്യം ഇങ്ങനെ പറഞ്ഞു വന്ന അതിന്റെ അനർക്കട താരക്കടയിൽ സാർ നേരത്തെ ഒരു 35 സെക്കൻഡ് സംസാരിച്ചു. രണ്ടും കൂടെ കൂട്ടത്തില്ല. അങ്ങനെയുള്ള കച്ചവടം. സൂര്യനില്ലാത്ത ലോകം അന്ധകാരപൂർണമാണ്. സാഹിത്യം മറയുന്ന ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥയും അതുതന്നെ. മാനവ ഹൃദയങ്ങളിലെ കോമളഭാവങ്ങളെ ഉണർത്തുകയും ആനന്ദാനുഭൂതിയുടെ ഉന്നതങ്ങളിലേക്ക് അവനെ എത്തിക്കുക മാത്രമല്ല, ഉത്തമമായ ജീവിത ദർശനങ്ങൾ നൽകി കർമ്മോന്മുഖരാക്കി മാറ്റുവാനും ഇതിന് കഴിയുന്നു. മേന്മയുള്ള കലാസൃഷ്ടികൾ സഹൃദയൻ എന്നും വെളിച്ചവും വഴികാട്ടിയുമാണ്. ഏതൊരു സമൂഹത്തിന്റെയും വിജയത്തിന് പിന്നിൽ ശക്തമായ ഒരു തൂലികയുണ്ട്. രവീന്ദ്രനാഥ് ടാഗോർ, വള്ളത്തോൾ, കുമാരനാശാൻ തുടങ്ങിയവർ രചിച്ച സാഹിത്യകൃതികൾ സാഹിത്യ സംസ്കാരം. ഓക്കെ, താങ്കൾക്ക് തുടരാം. കാസർഗോഡ് ജെയ്സൺ മുകളേൽ. തിരൂരായപ്പോൾ 2 കരങ്ങളും നഷ്ടപ്പെട്ട. നഷ്ടപ്പെട്ട മുമ്പേ അല്ല, ഇത് പുതിയ സാധനമാണ് ഞാൻ തുടങ്ങുന്നത്. പുതിയ സാധനമല്ലേ സുഹൃത്ത്? എന്നാലും ആ പിച്ചക്കാരൻ തന്നെയല്ലേ പാർട്ടി? അല്ല, മറ്റേ ഭിക്ഷക്കാരൻ കയറി ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് ആ തീവണ്ടി പിച്ചക്കാരൻ എങ്ങനെയെങ്കിലും ഇറങ്ങി. ഇന്ന് രാത്രി ഞാൻ കണ്ട ഒരു പ്രചോദിപ്പിക്കുന്ന കഥയാണ് ഞാൻ പറഞ്ഞത്. ആയിക്കോട്ടെ. ഗോവിന്ദചാമി പുനരവതരിച്ചെന്ന് മാത്രം പറയരുത്. ഓക്കെ. തിരൂരായപ്പോൾ 2 കരങ്ങളും നഷ്ടപ്പെട്ട 45 വയസ്സുകാരൻ കുട്ടിയേയും കൂട്ടി വാഹനത്തിൽ പ്രവേശിച്ചു. വിചാരിച്ചു പിച്ച എടുക്കാനായിരിക്കുമെന്ന്. ഗ്രാമീണ ശൈലിയിൽ പിച്ച അത് നാട്ടിൽ പറഞ്ഞോളൂ, ഫ്ലോറിലല്ല. ഗ്രാമീണ ശൈലി. ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങൾ അതിന്റെ വേഗത കൊണ്ട് ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള അകലങ്ങളെ കൂടുതൽ കുറച്ചിരിക്കുകയാണ്. ആഗോള ഗ്രാമം എന്ന സങ്കല്പം യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മലയാള ഭാഷ വലിയ തരത്തിൽ അന്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹിമഗിരി വീണ്ടും വിഷയത്തിലേക്ക് വരുവാൻ താല്പര്യപ്പെടുന്നു. മനുഷ്യന്റെ വിശപ്പകറ്റാത്ത മതത്തിൽ എനിക്ക് വിശ്വാസമില്ല എന്നൊരു മഹാൻ പറഞ്ഞു, സ്വാമി വിവേകാനന്ദ പറഞ്ഞു. ഓക്കെ,
വീണ്ടും ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. എന്റെ കണ്ണട അദ്ദേഹം കൊണ്ടുപോയി ആരാണെന്ന് നിങ്ങൾ ചോദിക്കട്ടെ. നരേന്ദ്രമോദി തന്നെ. ഇന്ന് സ്വിറ്റ്സർലൻഡ്, നാളെ ലണ്ടൻ, അങ്ങനെ നിരവധി രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് എന്റെ കണ്ണട തിരികെ- ആ, എന്റെ കണ്ണട അല്ല, എന്റെ ആവർത്തിച്ചു. കണ്ണട എന്റെ വിഷയമാണ് സാർ. പിന്നെ ഒരു കണ്ണട ആവർത്തിച്ചല്ലോ. ഇല്ല, ആദ്യം എന്റെ കണ്ണട പറഞ്ഞു, ഇപ്പൊ എന്റെ കണ്ണട പറഞ്ഞു. അല്ല വിഷയമില്ല സാർ. വിഷയം രണ്ടു തവണ ആവർത്തിക്കാൻ പറ്റില്ല, ഒരു തവണ ആവർത്തിക്കാൻ പറ്റൂ. താങ്കൾക്ക് തുടരാം. തന്റെ സഞ്ചിയിൽ നിന്നും പുസ്തകങ്ങൾ ഇരിപ്പിടങ്ങളിൽ വിതറി കച്ചവടം ആരംഭിച്ചു. ചോദിച്ചു എത്ര കിട്ടുമെന്ന്. മറുപടി പറഞ്ഞു ദിവസം 3000 ഉറുപ്പിക. ഞെട്ടലോടെ കണ്ണു തള്ളിയ യാത്രക്കാരെ നോക്കി അദ്ദേഹം പറഞ്ഞു, ഞായറാഴ്ചകൾ, അവധി, സമരം ഒന്നിവയൊന്നും ഈ തീവണ്ടിക്കില്ല. അദ്ദേഹം വീണ്ടും പർപ്പസ്ഫുള്ളി ഞാൻ അദ്ദേഹം എന്നുള്ള വാക്ക് നേരത്തെ വിഴുങ്ങിയതാണ്. ഇംഗ്ലീഷ് വളരെ വേദന. ദേവി ചെയ്ത ഭിക്ഷക്കാരനെ ഇനി ഇറക്കി വിടാം. സാർ, ഇതൊരു മനുഷ്യൻ, രണ്ട് കൈയില്ലാത്ത മനുഷ്യൻ പുസ്തകം വിറ്റ് വരുമാനം ഉണ്ടാക്കിയത്. ഞാനൊരു മാർഗം പറഞ്ഞുതരാം. ആ ഭിക്ഷക്കാരന് ടിക്കറ്റ് ഇല്ലായിരുന്നു, ടി ടി ഒന്ന് പിടിച്ചോണ്ട് പോയി. ഓക്കെ ഓക്കെ, താങ്കൾക്ക് തുടരാം. ഞാൻ തുടങ്ങട്ടെ. സാർ, ജന്മനാ ഉള്ള എന്റെ കണ്ണട അദ്ദേഹം മോഷ്ടിച്ചിട്ടില്ല. പക്ഷേ പുതിയ പണം വന്നപ്പോൾ അതിന് മറ്റൊരു ഭാഗത്തേക്ക് ഒരു കണ്ണട നിങ്ങൾക്ക് കാണാൻ വിഷയമാണ്. എന്ത് തോന്നുന്നത് സാറേ? ഇത് വിഷയമില്ല. കണ്ണട വിഷയം അതെ, വിഷയം ഒരു തവണ ആവർത്തിക്കാം. ആലപ്പുഴയിലെ ശ്യാംകുമാർ അങ്ങനെ പച്ചക്കാട് വാങ്ങിച്ചിരിക്കുന്നു. അതെ, ഇനി 6 തവണ കൂടി ഇപ്പോഴും ബാക്കിയുള്ളൂ. സാറേ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഇത് കണ്ണട അല്ലെങ്കിൽ ഒരു ഒഴിവ് കിട്ടുന്നില്ല. ഇനി പറ. ആ ശരി, എങ്കിൽ ഈ സാധനം അത് എന്റേതാണ്. കാരണം എന്റെ ഇനി ഈ വിഷയം ഇതുകൊണ്ട് അവസാനിക്കും. നമ്മൾ താങ്കൾ തുടരാം. സർക്കാരുകൾ നിയമങ്ങളുടേതേക്കാൾ കൂടുതൽ മനുഷ്യരുടേതാവണം. ഇല്ല, അത് പറയാൻ പറ്റില്ല. അത് പറയാം. താങ്കൾക്ക് തുടരാം. രണ്ട് താങ്കൾക്ക് രണ്ട്. ആലപ്പുഴ കീ. സുഹൃത്തെ, കാസർഗോഡുകാരോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് താങ്കൾ മനസ്സിലാക്കുക എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു. പക്ഷേ മനുഷ്യൻ അവന്റെ ജൈത്രയാത്ര തുടരുമ്പോൾ സർക്കാരിനെ മറന്നുകൊണ്ടും നിയമം ആദ്യ സർക്കാരിന് തുടങ്ങിയത്. അല്ല, ഇതിൽ ആവർത്തിച്ചോ? ആ സർക്കാർ ഇപ്പൊ അപ്പൊ നമ്മൾ വിഷയം അവസാനിപ്പിക്കുന്നു. നമ്മൾ ഇനി അടുത്ത റൗണ്ടിലേക്ക് പോവാണ്. ഏവർക്കും സ്വാഗതം. ഇത് കല്യാൺ സെയിൽസ് പ്രസൻസ് ഒരു നിമിഷം, പവേർഡ് ബൈ KP പത്രോസ് വൈദ്യൻസ്, കണ്ണക്കുളത്തി ഡയൽ ഫോർട്ട് ആൻഡ് AVT പ്രീമിയം ടീ. നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നു. പൊതുവൃത്തം, അതായത് ജനറൽ റൗണ്ട്. ഇനി സംസാരിച്ചു തുടങ്ങേണ്ടത് തൃശ്ശൂരിലെ ആജ്ഞ ബിജു. ബിജു അംഗത്തിന് റെഡിയാണോ? ഓക്കെ. ബിജു ആരാണ്? പപ്പ. ഓക്കെ, പപ്പ കൂടെ വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. പപ്പ വീട്ടിലിരുന്നത് കാണുന്നുണ്ടാവും. ഉണ്ടാവും. ഹായ് പപ്പ. പാപ്പ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ വിഷയം ജീവിതം നായ നക്കി. ജീവിതം നായ നക്കി എന്ന് പറയുമ്പോൾ ഈ അവസ്ഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പലതും പറയണമെന്ന് വിചാരിച്ച് വന്നെങ്കിലും ഒരു അക്ഷരം പോലും. അവിടെ കത്തി. ജീവിതം നായ നക്കി എന്ന് പറയുമ്പോൾ ഈ അവസ്ഥയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു പറയല്, 2 പറയല് പറഞ്ഞു. ഓക്കെ, താങ്കൾ തുടരാം. 2011 കലാലയ ജീവിതം കഴിഞ്ഞ് വീട്ടിൽ തെക്കുവടക്ക് നടക്കുന്ന സമയത്താണ് എന്റെ സുഹൃത്ത് ജോമി എന്ന് പറയുന്ന വക്കീല് എന്നെ കൂട്ടുപിടിച്ച് പ്രസംഗം പഠിപ്പിക്കാൻ വേണ്ടി പോയത്. കൈ തട്ടിയതോ മനപ്പുറം കുത്തിയതോ? എന്താണ്? ഇനി മനപ്പുറം കുത്തിയതാണ്. താങ്കൾക്ക് എന്തെങ്കിലും തടസ്സവാദം ഉന്നയിക്കാനുണ്ടോ? ഒന്നും ഉന്നയിക്കാനില്ല. എന്നാലും ഞാനൊരു അവാർഡ് തരാം. പച്ചക്കാട് ഓർമ്മയിരിക്കട്ടെ. ചെറുപുഴയിൽ നിന്നും ചിറ്റാരിക്കാലിലോട്ടുള്ള ദൂരം എല്ലാ ദിവസവും വാഹനമോടിച്ച് അദ്ദേഹം വന്നെത്തിയത് എന്നെ കൊണ്ടുചെന്ന എന്നെ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞു കലാലയ ജീവിതം കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന എന്നെ എന്നല്ലേ? നല്ല ഒന്നാന്തരം കള്ളനാ കേട്ടോ. താങ്കൾക്ക് തുടരാം. ജീവിതം നായ നക്കി എന്ന വിഷയം കേൾക്കുമ്പോൾ ഇന്നത്തെ സാമൂഹിക പരിസ്ഥിതിയെ പുല്ലൂർ തൂക്കുപാലം. ബാഹുബലി എന്ന തെലുങ്ക് ചലച്ചിത്രത്തിന്റെ മലയാള പതിപ്പിലേക്ക് എന്നെ നായകനായിട്ട് ക്ഷണിച്ച സമയത്ത് അവിടെ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സൗന്ദര്യം, ബുദ്ധി, ശക്തി കൊണ്ട് എന്നേക്കാൾ കേമനായി എന്നതിന്റെ പേരിൽ നേരത്തെ എന്നെ നായകനാക്കി, ഇപ്പൊ വീണ്ടും ഒരു എന്നെ. 2 എന്നെ വന്നു. ബാഹുബലി. ചെറുപുഴയിൽ നിന്നും ചിറ്റാരിക്കാലിലേക്ക് വാഹനം ഓടിച്ച് കൊണ്ടുവന്ന് ചെന്നത് ഒരു മഹോന്നത പ്രസ്ഥാനത്തിൽ ചേർക്കുവാൻ വേണ്ടിയായിരുന്നു. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞു. ഇന്ന് ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായി മുമ്പോട്ട് പോകുന്നു. ഇന്ന് പ്രസംഗത്തിന്റെ താങ്കൾക്ക് തുടരാം. ബാഹുബലി എന്ന തെലുങ്ക് ചിത്രത്തിന്റെ മലയാളം പതിപ്പിൽ നിന്നെയും നായകനാക്കുവാൻ വിളിച്ചിരുന്നോ എന്ന സംശയം ഉന്നയിക്കുവാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗിക്കുന്നു. കാരണം അന്നത്തെ നിർമ്മാതാവ് എന്നെയും
സിനിമ. ഓക്കെ, താങ്കൾക്ക് തുടരാം. സിനിമയല്ല, ചലച്ചിത്രം. മലയാളം. ചലച്ചിത്രം എന്ന വാക്കുപയോഗിച്ചുകൊണ്ട് ബാഹുബലിയെ കുറിച്ച് പറയുമ്പോ നായ നക്കിയ ജീവിതത്തെ കുറിച്ചല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു നഗ്ന സത്യം ഇവിടെ വെളിപ്പെടുത്താനുണ്ട്. ഇദ്ദേഹത്തെ വിളിച്ചിട്ടില്ല. അന്ന് എന്നെ പിന്തള്ളിക്കൊണ്ട് അവിടെ കാശ് കൊടുത്തിട്ട് ആ ചലച്ചിത്രത്തിന്റെ പേര് മാറ്റിയ ഒരാളുണ്ട്. ഇല്ല, പറഞ്ഞിട്ടില്ല. ആ ചലച്ചിത്രത്തിന്റെ പേര് മാറ്റിയ ഒരാളുണ്ട്. എത്രയായി? അല്ല സാറേ, നിർത്തിയോണ്ട് പറഞ്ഞ എന്റെ ഒരു അത് പറയണം. കൊടുത്തു. അങ്ങനെ ആ പടത്തിന്റെ പേര് മാറ്റി താങ്കൾക്ക് തുടരാം. ജീവിതം നായനക്കി എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കൾ എന്നോട് തടസ്സം വന്നു, ചെറിയൊരു തടസ്സം. വിറച്ച് നാശമായി. താങ്കൾക്ക് തുടരാം. ആഗ്നേസ്. പട്ടിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, പണ്ട് ഞാൻ വീട്ടിലൊരു നായക്കുട്ടിയെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വളരെ സ്നേഹത്തോടു കൂടിയാണ് അതിനെ പരിചരിച്ചത്. എന്നാൽ ഒരു ദിവസം തിരിച്ച് ഒരു കടി കിട്ടിയപ്പോഴാണ് ബുദ്ധിമുട്ട് മനസ്സിലായത്. ഇങ്ങനെയുള്ള ജന്തുക്കളെ നോക്കുന്നവർക്ക് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും പുരസ്കാരം? രണ്ടോട്ടം വന്നു. എപ്പോ നോക്കുന്ന വന്നു? രണ്ടെണ്ണം വന്നു. പറഞ്ഞു തടസ്സവാദം തെറ്റോ ശരിയോ? തെറ്റായി പോയി സാർ. സർ ചോദിക്കൂ സർ. എനിക്ക് കിട്ടില്ല. ഇത് വാങ്ങിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടില്ല. ഇതിപ്പോ എത്രണ്ണമായി? ഇല്ല, 5. ഓക്കെ. തൂക്കുപാലത്തിന്റെ കീഴിൽ എന്താണ്? വെള്ളം. കല്ലടയാറ്. എടുത്ത് ചാടേണ്ടി വരരുത്. നോക്കുന്നവർക്ക് പുരസ്കാരം കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഈ ജന്തു എന്ന് പറയുന്നത് ജന്തു രണ്ടു വട്ടം. ജന്തു പറയൂ. ജീവിതം നായ നക്കി എന്ന് പറയുമ്പോ ഞാനും നിങ്ങളും ഓർക്കേണ്ടത് പൗരാണിക കാലഘട്ടത്തിലൂടെയാ. ചിങ്ങം കനി, തുലാം വൃശ്ചികം, ധനു മകരം, കുംഭം മീനം, മേടം ഇടവം എന്നുള്ള മലയാള മാസങ്ങളിൽ കന്നി എന്ന് പറയുന്ന ജീവിതം നായ നക്കി എന്ന വിഷയം കേൾക്കുമ്പോൾ കൃത്രിമമായി ഒന്നും പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പച്ചയായ ജീവിതം തുറന്നു കാണിക്കുവാൻ. രണ്ടാമത്. ഓക്കെ, താങ്കൾക്ക് തുടരാം. അവിടെ പോയി. അങ്ങനെ ആ ചലച്ചിത്രത്തിന്റെ പേര് മാറ്റി ബാഹുബലി എന്ന നാമം മാറ്റി നിർത്തിക്കൊണ്ട് നായയെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ തിരിച്ചു വരുന്നു. വിഷയത്തിൽ നിന്നും മാറി എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ഞാൻ പറയുന്നു, പിന്നെ ജീവിതം നായ നക്കി എന്ന വിഷയത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ വീണ്ടും എന്റെ വീട്ടിലെ കുറിഞ്ഞിപ്പൂച്ചയുടെ നക്കൽ ഒരു തലോടലായി അനുഭവപ്പെടുന്നതിനെ പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്നേഹത്തിന്റെ അടയാളമായി അതെന്നെ മുട്ടിയുരുമി കടന്നു പോയപ്പോൾ എന്നെ മുട്ടിയുരുമി പോകുന്ന നായയെ കുറിച്ച് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചെറുപ്പം മുതലേ ഇങ്ങനെ ഒരു ജന്തുവിനെ ഞങ്ങളുടെ വീട്ടിൽ വളർത്തുവാൻ അമ്മ സമ്മതിച്ചില്ല. കാരണം എന്തുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ ഞാൻ നേരത്തെ പ്രതിപാദിച്ച വിഷയത്തിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ. എന്റെ ജീവിതം നായ നക്കി എന്ന് കേൾക്കുമ്പോൾ കേരളത്തിലെ അനേകം ഭർത്താക്കന്മാരുടെ ദുസ്ഥിതിയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഭാര്യ എന്ന പേരുള്ള ഓരോരുത്തർ. സമയം അവസാനിച്ചു. ഏവർക്കും സ്വാഗതം. ഇത് കല്യാൺ സെയിൽസ് പ്രസൻസ് ഒരു നിമിഷം, പവർഡ് ബൈ KP പത്രോസ് വൈദ്യൻസ്, കണ്ണുകൊളുത്തി ഡയൽ ഫോർട്ട് ആൻഡ് AVT പ്രീമിയം ടീ. നമ്മളിനി ഈ പരിപാടിയുടെ ഏറ്റവും നിർണായകമായ ഒരു റൗണ്ടിലേക്ക് കടക്കുകയാണ്. കൊട്ടിക്കലാശം. സംസാരിച്ചു തുടങ്ങേണ്ടത് കോഴിക്കോട്ടെ കീർത്തന ഷാജി. വിഷയം 3 നേരം കുളി. 3 നേരം കുളി എന്ന വിഷയത്തെ പറ്റി ചിന്തിക്കുമ്പോൾ എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം നിരന്തരമായുള്ള തർക്കമില്ല. 3 നേരം കുളി എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാനും നിങ്ങളും ഓർക്കേണ്ടത് എന്റെ കൈ സൗന്ദര്യത്തിന്റെ രഹസ്യം ഇത് മാത്രമാണ്. 3 നേരം കുളി എന്ന വിഷയത്തെ പറ്റി ചിന്തിക്കുമ്പോൾ സൗന്ദര്യം വർദ്ധിക്കുന്നതിന് ഈ തേച്ച് കഴുകൽ ഒരു ഉപാധിയാണെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ പോലെ സൗന്ദര്യം ലഭിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഈ വിഷയത്തെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി മദ്യപിച്ച് മതോന്മതനായി ശീതീകരിച്ച ഈ മുറിയുടെ ഉള്ളിലിരുന്ന് കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ചൊരു പട്ടിയെ പോലെ കരയുന്ന എന്റെ അച്ഛനാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതുപോലെ മതോന്മതനല്ല, മതോന്മത്തൻ. 3 നേരം കുളി എന്ന വിഷയത്തെ കുറിച്ച് കേൾക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്റെ കാമുകിയെ. 3 നേരം കുളി എന്ന വിഷയത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഏതു നേരവും നമ്മുടെ മുഖം വൃത്തിയായി സൂക്ഷിക്കുകയാണെങ്കിൽ അത് സൗന്ദര്യം വർദ്ധിക്കുന്നതിന് ഇടയാക്കും എന്ന വസ്തുത ഓർമ്മിപ്പിക്കുകയാണ്. കാരണം
മൂന്ന് നേരം കുളി എന്ന വിഷയം കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കാക്ക കുളിച്ചാൽ കൊക്കാവുകയില്ല എന്ന വിഷയത്തെ കുറിച്ച് തന്നെയാണ്. ഒരു വ്യക്തിയുടെ സൗന്ദര്യം ഇരിക്കുന്നത് ആന്തരികമായിരിക്കുന്ന കാര്യങ്ങളിലാണല്ലാതെ. മൂന്ന് നേരം കുളി എന്ന വിഷയത്തെ പറ്റി വീണ്ടും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിലുള്ള കുഴികൾ നികത്തുകയും അതോടൊപ്പം തന്നെ പുത്തൻ ഉണർവ് ഞാൻ വരുന്നതേ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ആലുവ പുഴയിലെ എനിക്ക് പറയാനുള്ളത് ഹോസ്റ്റലിൽ മലയാളം താമസ സ്ഥലം അത് വീടിന് പറഞ്ഞത് ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ സാറേ ഇവിടെ സാറേ വീടിന് പകരം തങ്ങുന്ന സ്ഥലം അല്ലെങ്കിൽ താൽക്കാലികമായി തങ്ങുന്ന സ്ഥലം. ഹോസ്റ്റൽ താമസ സ്ഥലം താമസ സ്ഥലമാണ്. അല്ല സാറേ എങ്ങനെ വീടും എല്ലാം താമസം ഹോസ്റ്റൽ എന്നതിന് അർത്ഥം പറയട്ടെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 5-6 ദിവസങ്ങളോളം കുളിക്കാതിരുന്ന എന്റെ ചരിത്രത്തെ പറ്റിയാണ് പറയാനുള്ളത്. അല്ലല്ല അവിടെ ബെല്ലടിച്ചു. നേരത്തെ എന്റെ ഇപ്പോഴെന്റെ 3 നേരം കുളി എന്ന വിഷയത്തെ കുറിച്ച് ഗഗനമായി ചിന്തിക്കുമ്പോൾ സുഹൃത്തെ നമ്മൾ ഓർക്കേണ്ടത് ഒരു കാര്യം മാത്രമാണ്. ഈ വിഷയത്തെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ ചുമന്ന സാധനം അമർത്തി. 3 നേരം കുളിക്കണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. അത്രയേറെ ഉഷ്ണമാണ് കേരളത്തിൽ. 44 പുഴകളും കുളങ്ങളും തണ്ണീർക്കുളങ്ങളും. 3 നേരം കുളി എന്ന വിഷയത്തിലേക്ക് ഞാൻ വീണ്ടും എത്തട്ടെ. എന്റെ നാട്ടിൽ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ഇങ്ങനെ 3 നേരം കുളിക്കുന്ന നിങ്ങൾ പറയുമ്പോൾ ഒരു നേരം പോലും ഇത് ചെയ്യാത്ത എന്നെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? മൂന്ന് നേരം കുളി എന്ന വിഷയത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഈ പ്രക്രിയ നമുക്ക് ഉന്മേഷം തരുന്നതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്ന വിഷയത്തെ കുറിച്ചാക്കുമ്പോ 3 നേരം എങ്ങനെ കുളിക്കാൻ സാധിക്കും? അത് തന്നെ ഏറ്റവും യുക്തിരഹിതമായ ഒരു വസ്തുത തന്നെയാണ്. ശീതീകരിച്ച മുറിക്കകത്തെ കുപ്പിവെള്ളത്തിന് മുമ്പിൽ വട്ടമേശ കൂടിയിരിക്കുമ്പോൾ പരിസ്ഥിതിയെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ഒരു മരം നട്ടിട്ട് വേണം പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ ഈ വിഷയത്തെ കുറിച്ച് പറയട്ടെ. 1947, 48, 49 കാലയളവുകളിൽ എന്നോട് മഹാത്മാഗാന്ധി പറഞ്ഞിരുന്നു, നീ കുളിക്കണം, നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകേണ്ടത് നീയാണ്. ഈ ശരീരവും വെച്ച് നാളത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ പോകുന്ന സുഹൃത്തെ 3 നേരം കുളിക്കാൻ ആദ്യം പഠിക്കുക എന്നുള്ള വസ്തുത ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഉഷ്ണത്തിലൂടെ കടന്നു പോകുന്ന ഞാൻ ഉഷ്ണമല്ല മോനെ, ഉഷ്ണമാണ്. സംഹിതയിലൂടെ പഠിച്ചു പോവുകയാണെങ്കിൽ ഇത്ര നീളമുള്ള വണ്ണമുള്ള എത്രയോ പേര്. വീണ്ടും 3 നേരം കുളി എന്ന വിഷയത്തിലേക്ക് ഞാൻ കിടക്കട്ടെ. 1947, 48 ഇന്ദിരാഗാന്ധി 47 സ്വാതന്ത്ര്യം കിട്ടിയ അന്നു മുതൽ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ചൂട് എന്നുള്ളത്. ഇതിനൊരു പ്രതിവിധി ഇതിനെന്തും പ്രതിവിധി എന്ന് നമ്മൾ ശീതീകരിച്ച റൂമിൽ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ലോകത്തെ 3 നേരം കുളി എന്ന വിഷയത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഈ പ്രക്രിയ ചെയ്യാതെയാണോ വന്നിരിക്കുന്നത് എന്ന് എനിക്ക് സംശയമുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും പറയട്ടെ. നേരം കുളി എന്ന വിഷയത്തെ പറ്റി കേൾക്കുമ്പോൾ അന്നൊരു ദിവസം കുളിച്ചുകൊണ്ട് ഞാൻ അമേരിക്കയിലായിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെയും മിഷേൽ ഒബാമയുടെയും കൂടെ ഒരുപാട് സന്ദർഭങ്ങളിൽ അമേരിക്കയിലെ അങ്ങനെ കുളിയുടെ കാര്യം പറയുമ്പോൾ അമേരിക്കയിലേക്ക് പോകാൻ ഇദ്ദേഹത്തിന് എന്ത് അർഹതയാണുള്ളത് എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ്. മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, ജയറാം അടക്കമുള്ള നടന്മാർ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ആ സത്യം നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല. കുളിയെ കുറിച്ച് പറയുമ്പോൾ മമ്മൂട്ടിയെയും മോഹൻലാലിനെ കുറിച്ചും പറയാതെ ജീവിതത്തെ കുറിച്ച് സംസാരിക്കാൻ പഠിക്കും. കുളിയെ കുറിച്ച് വീണ്ടും പറഞ്ഞു വരുമ്പോൾ നിങ്ങളോട് രണ്ടുപേരോടും എനിക്ക് അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ പറയുകയാണ്, ഇവരടക്കമുള്ള എന്റെ അച്ഛൻ, അമ്മ, ഇത്രയും പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ എന്നോട് മാത്രമല്ല ഇനി മുതൽ
ദിവസം 4 തവണ വെച്ച് കുളിച്ചാൽ എന്നെ റെഡി കുളിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ശീതീകരിച്ച റൂമിലിരുന്ന് റെഡി കുളിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് അത്യന്താപേക്ഷിതമായ ഒരു കാര്യം ഇത് തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ചെയ്യാത്ത ദിവസം 4 തവണ കുളിച്ചാൽ അബ്ദുൽ ബാസിത്ത് എന്ന പേര് മാറ്റിയിട്ട് അമരവിള സതീഷ് എന്നെ വിളിക്കാമെന്ന് പറയാം. എന്റെ അച്ഛൻ എന്ന പേര് എന്നെ എന്ന് വിളിക്കാമെന്ന് എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. 100 പണം കാണിച്ചു. എന്റെ അച്ഛൻ 3 നേരം കുളിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ശീതീകരിച്ച മുറിയിലിരുന്ന് കുപ്പിവെള്ളവും കുടിച്ച് ജീവിതം മുമ്പോട്ട് നീക്കുന്ന ജീവിതം 2 വട്ടം മാറും. ജീവിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ജീവിക്കുമ്പോൾ ജീവിതം രണ്ടാമത് ജീവിക്കുമ്പോൾ പറഞ്ഞില്ല ഇല്ല പറഞ്ഞിട്ടില്ല. ഓക്കെ അച്ഛന്റെ സ്നേഹവും അമ്മയുടെ ലാളനയും കൊതിതീരെ അനുഭവിക്കാത്തവരായി നമ്മുടെ നാട്ടിൽ ആരുമില്ല. 3 നേരത്തെ സാറേ ഒരു സെന്റൻസ് തീർന്നിട്ട് അടുത്ത ലാഗ് ഉണ്ടായിരുന്നോ അതിനകത്ത്? ലാഗ് ഉണ്ടായിരുന്നോ? ഓക്കെ തുടരും. തൂക്കുപാലത്തെ കൂടി നടക്കുമ്പോൾ താഴെ ഒഴുകുന്ന വെള്ളത്തെ കണ്ട് എനിക്ക് ആനന്ദം തോന്നി. അപ്പോഴാണ് ഓർത്തത് ഇന്ന് കുളിച്ചിട്ടില്ല. ഒന്നും തൂക്കുപാലത്തിന്റെ അടിയിൽ കൂടെ വെള്ളമല്ലാതെ പിന്നെ പനിനീരൊഴുകുമോ? ചോദിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, 1984 എന്റെ അച്ഛന്റെ കല്യാണത്തിന് അച്ചാറ് വിളമ്പാൻ പറഞ്ഞു. അമ്മ ആവേശത്തോടുകൂടി നെഞ്ചിൽ തല്ലടിച്ച് കരഞ്ഞുകൊണ്ട് ഞാൻ പറയുകയുണ്ടായി. അച്ഛന്റെ കല്യാണവും അമ്മയുടെ അച്ചാറും പറയാണ്ട് കുളിയെ കുറിച്ച് പറയും. ലാഭുണ്ട് അച്ഛൻ കല്യാണം ചുമ്മാരി കുറെ നേരമായി. അങ്ങനെ നീണ്ട ദിവസങ്ങളുടെ കൊതുക് കടി ഏറ്റുകൊണ്ട് കുളിക്കാതെ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കും എന്ന് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം എന്റെ അമ്മ എന്നോട് മരുഭൂമിയിലെ ഒട്ടകത്തിന്റെ തുപ്പൽ കഴിച്ചതാ മരുഭൂമി. ഇങ്ങനെ മരുഭൂമിയിലൂടെ ഞാൻ സഞ്ചരിക്കവേ എന്റെ അച്ഛൻ എന്നോട് പറയുകയുണ്ടായി, നീ കുളിക്കണം. കുളിക്കണ്ടേന്ന് എന്റെ അടുത്ത് മഞ്ഞക്കുപ്പായമിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഈ നെക്കി യന്ത്രത്തിൽ അമർത്തിയ കൊല്ലം കണ്ടവരില്ല വേണ്ട എന്ന് പറയുന്നവർക്ക് മനസ്സിലായോ? ഞങ്ങളോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കും? ഞാന് കേൾക്കുമ്പോൾ അമേരിക്കയിൽ ഞാൻ സന്ദർശനം നടത്തിയ വേളയാണ് എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. ഡൊണാൾഡ് ട്രംപിനോടൊപ്പം വേളകൾ ഒരുപാട് ഞാൻ വട്ടം പറയേണ്ട ഒരാവശ്യവും ഇവിടെ ഇല്ല എന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, എന്റെ അമ്മ, അച്ഛൻ, പെങ്ങള്, സഹോദരൻ, സഹോദരി അങ്ങനെ ഡൊണാൾഡ് ട്രംപുമായി ഞാൻ ഒരുമിച്ച് ഒരു ഉളുപ്പില്ലാതെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞങ്ങൾ നടന്നു നീങ്ങിയപ്പോൾ വലിയൊരു കുളം കണ്ടു. അതിലിറങ്ങി കുളിക്കാൻ എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞപ്പോൾ വിസമ്മതിച്ചുകൊണ്ട് നീ ആരാടാ അത് പറയാൻ എന്ന് ഞാൻ പറയുന്നതായിട്ട് അങ്ങനെ ഒരു വലിയ കുളം കണ്ട് അതിൽ നിന്നും തപ്പിയെടുത്ത മീനുകളെ വാരിക്കൂട്ടി ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച നിമിഷമാണ് എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. ട്രംപിന് മീൻ ഇഷ്ടമില്ലായിരുന്നു. ഈ വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ പറയാനുള്ളത് എന്ന് പറയുന്നത് തെറ്റാണുണ്ണി. എന്റെ അടുത്ത് നിൽക്കുന്ന ആ സുന്ദരി കുട്ടിയെ കണ്ടോ? രാവിലെ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, നിന്നെ അല്ല അവിടെ. എന്നോട് അപ്പോൾ പറയുകയുണ്ടായി, എന്നോട് ചോദിക്കുകയുണ്ടായി 3 നേരം കുളിയെ കുറിച്ച് പറയുമ്പോൾ കുളി തെറ്റിയ പലരെയും നമ്മൾ ഓർക്കണം. കാരണം അങ്ങനെ പറയേണ്ട ഒരു ആവശ്യവും ഇവിടെ ഇല്ല എന്ന് ഞാൻ മതി. എടി സോഫി, നിന്നോടാ പറഞ്ഞത് കുളിക്കാൻ എന്ന് പറഞ്ഞ ഉമ്മറിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്ന് പറഞ്ഞ ഉമ്മർ, അത് ഉത്തരണിയല്ലേ? 3 നേരം കുളി എന്ന വിഷയത്തെ കുറിച്ച് ഗഗനമായി ചിന്തിക്കുമ്പോൾ
ഒരിക്കൽ നമ്മൾ സഞ്ചരിച്ച വഴിയിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഭയങ്കര ലാഗാണ്. സഞ്ചരിച്ച വഴിയിലൂടെ ഒരുപാട് സമയം. തുടരൂ. മണ്ടിപ്പെണ്ണെ എന്ന് എന്നോട് പറഞ്ഞ ഒരാളെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അവതരണ കലയല്ലേ? അല്ല, അവതരണ കലയാണ്. ഞാൻ സംസാരിക്കുക, എന്റെ ഭാഷ, എന്റെ എന്റെ ശബ്ദം. മിമിക്രിയോ? ഞാൻ മിമിക്രിയോ? അല്ലല്ലോ. അപ്പൊ എന്നെ തുടരാം. ഈ അംഗീകാരത്തെ ഞാൻ ആദ്യമായിട്ട് സ്വീകരിക്കുകയാണ്. അതിനുപരി ഇവിടെ നിന്നും വെളിയിൽ പോകുമ്പോൾ ഈ പരിപാടിയുടെ എന്ത് ഒന്നെണ്ണം പറ. പരിപാടിയിൽ നിന്ന് പുറത്തു പോകുമ്പോ വീണ്ടും പുറത്തു പോകുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല. ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അങ്ങനെ ഇല്ലല്ല പറഞ്ഞിട്ടില്ല. 28 വയസ്സുണ്ട്, 10-33 ഷോപ്പായി. എന്താ സാറേ? അങ്ങനെ നിരവധി അനവധി ചുവപ്പുകൾ വാങ്ങിക്കൂട്ടിയിട്ട് അതെ അല്ല കത്തിപ്പോയതാ എന്റെ കൈ തട്ടിയിട്ട് എന്റെ രാഷ്ട്രീയ കക്ഷിക്ക് വേണ്ടി സംസാരിക്കുന്ന ആകെ 13 സെക്കൻഡ് സംസാരിച്ചുള്ളൂ. ഒരുപാടൊന്നും ഞാൻ എന്റെ അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി അടക്കം അവർ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുകയാണ്, ഈ സുന്ദരിക്കുട്ടിയെ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു അവതരണ കലയായിട്ട് നിങ്ങൾക്ക് തോന്നാമെങ്കിൽ അത് കേവലം ചിന്തകൾ മാത്രമാണ്. അമരവിള്ള സതീശേട്ടൻ പറയട്ടെ, ഞാൻ ഈ പറഞ്ഞത് ഗോമാലിത്തരമാണ്. താങ്കൾക്ക് തുടരാം. തോടുകളിൽ എന്റെ കുട്ടിക്കാലത്ത് കുളിക്കുന്ന സമയത്തെ കുറിച്ചാണ് ആലോചിച്ചു പോകുന്നത്. സുഹൃത്തുക്കളോടൊപ്പം എന്റെ കാമിനിമാരെ കുറിച്ച് പറയേണ്ട അർഹത ഇദ്ദേഹത്തിനില്ല. പറയട്ടെ, ഒരു തുള്ളി ദാഹജലം തരാതെ എന്നെ കുറിച്ച് എന്നെ കൊണ്ട് 3 നേരം കുളിക്കുമ്പോ കാമിനിയെ കൊണ്ടുവരുന്ന സുഹൃത്തെ, ചെറുപ്പകാലത്തിൽ തോടുകളിൽ പുളിക്ക് പകരം സുഗന്ധദ്രവ്യങ്ങൾ പൂശി നറുമണം പകർത്തിക്കൊണ്ട് ഇതിലെ നടക്കുന്ന സുന്ദരിമാരെ, ദേഹത്തുള്ള അഴുക്കുകൾ കഴുകിക്കളഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ നാളെ വലിയ രോഗങ്ങൾക്കത് കാരണമായി മാറിയേക്കാം. നമുക്ക് സമയം അവസാനിച്ചിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. ഇത് കല്യാൺ സെയിൽസ് പ്രസൻസ് ഒരു നിമിഷം, പവേർഡ് ബൈ KP പത്രോസ് വൈദ്യൻസ്, കണ്ണുകൊളുത്തി ഡയലിവ് ഫോർട്ട് ആൻഡ് AVT പ്രീമിയം ടീ. ഇനി ഒരു വിഷയം കൂടി മാത്രമേ ഉള്ളൂ. ഒരു ചലച്ചിത്രത്തിലെ ചില വാക്കുകൾ ഓർമ്മിപ്പിക്കുന്നതാണ്. മകനെ അല്ലെങ്കിൽ മകളെ കത്തി താഴെ ഇടൂ. മകനെ അല്ലെങ്കിൽ മകളെ കത്തി താഴെ ഇടൂ എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മുമ്പിൽ നിൽക്കുന്ന 6 കത്തികളെ കുറിച്ചാണ്. കത്തി വിഷയത്തിലുള്ളത് എന്താ കുഴപ്പം? ഉണ്ട്. ഞാനൊരു കുഴപ്പവും പറഞ്ഞില്ല സാറേ. കത്തിച്ചു. ഓക്കെ, ഇപ്പൊ എത്ര? 3. ഉച്ചസ്ഥായിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പരസ്പര ബന്ധമില്ലാതെ കുത്തിക്കീറാൻ ശ്രമിക്കുന്ന കത്തികള് എന്ന് പറഞ്ഞ തിലകനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആ ചലച്ചിത്രം കാണാൻ ഞാന്, എന്റെ അച്ഛൻ, അമ്മ അടക്കം. അങ്ങനെ കത്തി താഴെ ഇടറ. 5 സാറേ. അവിടെ തന്നെ നിൽക്കാം, സംസാരിക്കാം. 5ാമത് ഓമന കുഞ്ചുവാണ് എന്ന് എന്നെ ഈ ചലച്ചിത്രത്തിലൂടെ പഠിപ്പിച്ച അദ്ദേഹത്തെ കുറിച്ച് കത്തി താഴെ ഇടറ എന്ന് തിലകൻ പറഞ്ഞപ്പോൾ മലയാളികൾ എന്നും ആസ്വദിക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരു മഹാ ചലച്ചിത്രം നമ്മൾ ഏറ്റെടുത്തു. മോഹൻലാലും പാർവതിയും ചേർന്ന് അനശ്വരമാക്കിയ ആ സിനിമ. അങ്ങനെ ചലച്ചിത്രത്തെ ആംഗലേയ ഭാഷ കൊണ്ട് മറച്ചു പിടിക്കാനാണ് ഇദ്ദേഹം ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ കോടതിയിൽ പോകുമെന്ന് ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. സതീശേട്ടൻ പറയട്ടെ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു. തുടരട്ടെ.
മോനെ കത്തി താഴെയിട എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ യുദ്ധത്തെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, കത്തി താഴെയിടുക എന്ന വിഷയത്തെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്റെ മുൻകോപത്താൽ അച്ഛൻ, അമ്മ, അനിയത്തി, ചേട്ടൻ, ചേച്ചി എന്നീ ആളുകൾ ഉപദേശവുമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം ഓക്കെ. രണ്ടു വട്ടം പറയേണ്ട ആവശ്യമില്ല സാർ. എനിക്ക് പറയാനുള്ളത് എന്റെ വീട്ടിൽ പറയേണ്ട ആവശ്യമില്ല, അല്ല, അത് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ആധികാരികമായിട്ട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 17ാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു എന്റെ വീട്ടിൽ ആദ്യമായിട്ട് കത്തി വാങ്ങി. യുദ്ധത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും ഭക്ഷണത്തിനും വസ്ത്രത്തിനും പാർപ്പിടത്തിനും വേണ്ടി ഇത് ചെയ്യേണ്ടി വരുന്ന വസ്ത്രത്തിനും പാർപ്പിടത്തിനും ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പക്ഷികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തെ പറ്റിയാണ്. അങ്ങനെ നമ്മൾ വിഷയത്തിലേക്ക് കടന്നു വരികയാണ് എങ്കിൽ എന്റെ അച്ഛൻ എന്നോട് ഒരിക്കൽ പറയുകയുണ്ടായി, മോനെ കത്തിയെടുത്തൊരിക്കലും കളിക്കാൻ പാടില്ല. ഞാൻ ചോദിച്ചു എന്തുകൊണ്ട്? പറഞ്ഞില്ല, അച്ഛൻ എന്നോട് പറയുന്നുണ്ട്. ഇല്ല ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ, എന്റെ അച്ഛൻ എന്നോട് ഒരിക്കൽ പറയുകയുണ്ടായി, മോനെ കത്തിയെടുത്തൊരിക്കലും കളിക്കാൻ പാടില്ല. ഞാൻ ചോദിച്ചു, പറഞ്ഞില്ല. അങ്ങനെ അദ്ദേഹം എന്റെ കാരണം കൊണ്ട് ഇവിടെ നിന്നും ഒരാൾ പുറത്തു പോകുക എന്ന് പറയുമ്പോൾ എത്ര സങ്കടമുണ്ടാക്കും എന്ന് എനിക്ക് പറയേണ്ടി വരും. ഞാൻ പറഞ്ഞു നീ അടി ഉണ്ടാക്കല്ലേ, പറ. കത്തി താഴെയിട എന്ന വാചകം ഓർക്കുമ്പോൾ പല ചലച്ചിത്രങ്ങളും നമ്മുടെ മനസ്സിലൂടെ കടന്നുപോകും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ജീവിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ കാണുവാൻ വേണ്ടി അല്ലേ എന്ന് നമുക്ക് ചലച്ചിത്രവും ചിത്രവും രണ്ടാണ്. ഓക്കെ, മണത്ത് നോക്കിക്കോളൂ. നല്ല മണമില്ലേ? ഇല്ല. ഓക്കെ, ഇന്ന് വാങ്ങിച്ചാ തോന്നുന്നത്. റെഡി. എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് താങ്കൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടരട്ടെ. യുദ്ധത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്തോളം പഴക്കമുണ്ട് യുദ്ധത്തിന്. അവസാനിക്കുകയാണ്. താങ്കളിൽ അവസാനിക്കുമ്പോ ആലോചിച്ച് തൂക്കുപാലത്തിന്റെ മണ്ടയിൽ നിന്ന് ആൾക്കാർ ഇത് കാണുന്നുണ്ട്. സംസാരം തുടരും. എനിക്ക് 3 പെങ്ങന്മാരാണുള്ളത്. അവരുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, അവരിതെടുക്കാൻ സമയം അവസാനിച്ചു. ഈ എപ്പിസോഡിൽ ആർക്കും 1 മിനിറ്റ് സംസാരിച്ച് നിൽക്കാനായില്ല. 30 സെക്കൻഡിന്റെ ബോണസ് മാർക്കും ആർക്കും ലഭിച്ചില്ല. എന്നാൽ സംസാരിച്ചതിന്റെ ദൈർഘ്യം മാത്രം പരിഗണിച്ച് ഈ എപ്പിസോഡിലെ മുഖ്യ വാഗ്മി എറണാകുളത്തെ അക്ഷയ് ഷാജി. നിങ്ങൾക്കറിയും പോലെ മറ്റുള്ള 5 പേരും, പ്രത്യേകിച്ച് കാസർകോട്ടെ ജെയ്സൺ മുകളേൽ വളരെ 2ാം സ്ഥാനത്ത് വന്നു. അത് നന്നായി സംസാരിച്ചു. മറ്റുള്ള 5 പേർക്കും നല്ല വാഗ്മികളാണ്. അവർക്കും ഈ പരിപാടിയിൽ പോകെ മത്സരിക്കാം. അക്ഷയ് ഷാജിക്ക് അവസാന റൗണ്ടുകളിലേക്ക് മത്സരിക്കാൻ യോഗ്യനായിരിക്കുന്നു. വരൂ. മുഖ്യ വാഗ്മിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. എന്താണ് ഈ സന്ദർഭത്തിൽ? ഒരുപാട് സന്തോഷം. എൻ്റെ ഇത്രയും കാലത്ത് ഞാൻ നേരത്തെ ഒരുപക്ഷെ പറഞ്ഞിരുന്നു, ഞാൻ സംഗീത പഠനത്തിലായിരുന്നു ആദ്യം കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നതും. അതിൻ്റെ ഭാഗമായിട്ട് നിരവധി മത്സരങ്ങളിൽ പങ്കെടുക്കുകയും പലതിലും വിജയവും പരാജയവും ഒരുമിച്ച് നുണയുവാനുള്ള ഒരു അവസരം എന്നെ തേടിയെത്തിയിട്ടുണ്ട്. അച്ഛനും അമ്മയും ഒരു മകനെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്ന അവരുടെ കടമയാണ്. പക്ഷെ ഒരു നാട് അങ്ങനെ ചെയ്തു കൊള്ളണമെന്നില്ല. അത് തെക്കേ വാഴക്കുളം എന്ന ഞാൻ നേരത്തെ നമ്മൾ മുഖ്യ വാഗ്മി ഇദ്ദേഹമാണെങ്കിൽ, 2ാം സ്ഥാനക്കാരൻ ഇദ്ദേഹമാണെങ്കിൽ, ഈ ഇതിനകത്തെ ഫലിതോക്തിയിൽ ജീവിക്കുന്ന ഉദാര ജീവി ആയിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നു കാര്യറ സ്വദേശി കൊല്ലത്തെ ബാസിത് ആൽവി. താങ്ക് യു. വെൽ ഡൺ മൈ ബോയ്. ഏവർക്കും സ്വാഗതം. ഇത് കല്യാൺ സെയിൽസ് പ്രസൻസ് ഒരു നിമിഷം, പവർഡ് ബൈ KP പത്രോസ് വൈദ്യൻസ്, കണ്ണുകൊളുത്തി ഡയലിവ് ഫോർട്ട് ആൻഡ് AVT പ്രീമിയം ടീ. കാൽ നൂറ്റാണ്ട് മുമ്പുള്ള കഥയാണ്. തിരുവനന്തപുരം ആകാശവാണിയിൽ ഞാൻ ജോലി ചെയ്യുന്ന കാലം. ആകാശവാണി വഴി, ദൂരദർശൻ വഴി, ഏഷ്യാനെറ്റ് വഴി, ഇപ്പോൾ ഫ്ലവേഴ്സ് വഴി ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ആദരവ് ഏറ്റുവാങ്ങാൻ അവർ ഓരോരുത്തരായി വേദിയിലേക്ക് കടന്നു വരുന്നു. ചിന്തയുടെയും വിമർശകമായ കൽപ്പനകളുടെയും ആകൃഷ്ട അനുഭവങ്ങൾ തന്നെ വാക്കുപോക്കുന്ന നേരമായി 1 നിമിഷം മാത്രത്തിൽ ഇതുവരെ പൂർത്തിയായില്ലേ ഈ വിഷയം? സാമർഥ്യം എന്ന് പറയുന്നത് യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വളവള
പടവലങ്ങ പോലെ അമരം. തിരുവനന്തപുരംകാരനായിട്ട് തന്നെ തിരുവനന്തപുരത്തേരെ തന്നെ പറയാൻ പാടില്ല. കുട്ടനെ കൊണ്ട് നട്ടം തിരിഞ്ഞ് കട്ടപ്പറമ്പിൽ പൊട്ടൻ കുട്ടപ്പന്റെ തട്ടുകടയിലെ പെട്ടിപ്പുറത്തിരുന്ന കുട്ടയിൽ നിന്നും വട്ടിയിൽ നിന്നും എട്ടപ്പവും മുട്ടുമുട്ടയും തട്ടിവിട്ട് HD ദൃശ്യമൊക്കെ ഒന്ന് കണ്ടോളൂല്ല. പാണിഭം നടത്തിയിരിക്കുകയും 25 വർഷം മുമ്പ് നമ്മളെയൊക്കെ പറ്റിച്ചതുപോലെ വീണ്ടും അതിനുമുമ്പ് കത്തിക്കണം സാർ ചുമ്മാ. താങ്കൾക്ക് തുടരാം. GS പ്രദീപിന്റെ തടസ്സം തെറ്റ്. അവനെ വളക്കി, ജയ്. പണ്ടൊരാണ്ടിൽ ചെണ്ടയുടെ മണ്ടകരണ്ട ചുണ്ടലിയെയും ഭാണ്ഡത്തിലാക്കി മണ്ടയിലേക്ക് കണ്ടവന്റെ ചുണ്ടും തൊണ്ടയും തണ്ട് നീണ്ട പൂച്ചെണ്ട് വാങ്ങാൻ കുണ്ടാങ്കടവിലെത്തി. ആകെ കുറച്ച് എപ്പിസോഡുകൾ മാത്രം പിന്നിട്ട ഈ പരിപാടി ഇതിനകം തന്നെ വളരെ ജനകീയ ചർച്ചയ്ക്ക് വിധേയമായി കഴിഞ്ഞു. നമ്മൾ ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ സന്ദർശിക്കുമ്പോൾ ഈ പരിപാടി അവർ നെഞ്ചേറ്റി കഴിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി. വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഇതിലും വലിയ ഒരു ഞെട്ടലുമായി, വലിയൊരു സർപ്രൈസുമായി, ഒരുപക്ഷെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറച്ച് ആളുകളുമായി നാളെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഗുഡ് ബൈ.